ഗസയിൽ നിന്നും അവസാനത്തെ ഫലസ്തീൻ വംശജനെയും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലിന്റെ സൈന്യം. യുദ്ധഭീകരത ഉയർത്തിയ കടുത്ത മാനുഷിക പ്രതിസന്ധികൾക്ക് പിന്നാലെ സ്വന്തം മണ്ണിൽ നിന്നും കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുന്ന ദുരവസ്ഥയിലൂടെയാണ് ആ പാവങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. എന്നിട്ടും ആരും മിണ്ടുന്നില്ല, ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്താണ് അന്താരാഷ്ട്ര സമൂഹത്തിന് പറ്റിയത്? ലോകമേ, നിന്റെ കണ്ണുകൾ തുറക്കുക തന്നെ വേണം. ഗാസ സ്ട്രിപ്പ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളാൽ പൂർണ്ണമായും നശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭീകരമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിശദമായ വിശകലനം നടത്തുമ്പോൾ ഗാസയുടെ ചരിത്രവും നിലവിലെ അതിൻ്റെ നാശനഷ്ടവും മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന ചോദ്യം എന്നിവയെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഗാസ ഫലസ്തീൻ പ്രദേശത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. എന്നാൽ അത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ്. ഏകദേശം 2 ബില്യൺ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ കേന്ദ്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 1948 ഇസ്രായേൽ രൂപീകരണത്തോടെ ആരംഭിച്ച നഗബ മുതൽ ഗാസ അനുഭവിക്കുന്നത് അധിനിവേശത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ചരിത്രമാണ്. 1967 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ ഗാസ കൈവശപ്പെടുത്തി. 2005 പിൻവാങ്ങിയെങ്കിലും 2007 മുതൽ ഹമാസ് ഭരണത്തിന് കീഴിലുള്ള ഗാസയെ കടൽ, കര, ആകാശമാർഗങ്ങളിലൂടെ ഉപരോധിച്ചു. ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളഞ്ഞു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വ്യാപകമാക്കി. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിലേക്ക് പൂർണ്ണമായി യുദ്ധം പ്രഖ്യാപിച്ചു. അത് 2025 ഓഗസ്റ്റ് വരെ തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയുടെ 90% കെട്ടിടങ്ങൾ തകർത്തു. ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, മോസ്കുകൾ, റോഡുകൾ എന്നിവയെല്ലാം നശിപ്പിച്ചു. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, UN റിപ്പോർട്ടുകൾ പ്രകാരം 55,000-ലധികം ഫലസ്തീനികളാണ് ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഉപരോധത്തിന്റെ ഫലമായി ഭക്ഷണം, മരുന്ന്, വെള്ളം എന്നിവയുടെ ദൗർലഭ്യം ഗാസയെ ഒരു മനുഷ്യനിർമ്മിത പട്ടിണിയുടെ കേന്ദ്രമാക്കി. ആംനസ്റ്റി റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഇസ്രായേൽ പട്ടിണിയെ യുദ്ധത്തിന്റെ ആയുധമായി ഉപയോഗിക്കുന്നു എന്നതാണ്. UN സിറ്റുവേഷൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2025 മാർച്ചിന് ശേഷം ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങൾ തടസ്സപ്പെട്ടു. അത് മരണസംഖ്യ കൂട്ടി. ഗാസയുടെ 98% കൃഷിഭൂമിയും നശിപ്പിക്കപ്പെട്ടു. ഇത് ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയാണ് ബാധിക്കുന്നത്. ഈ നാശത്തെ ഒരു യുദ്ധമായിട്ടല്ല, മറിച്ച് വംശനാശമായിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ സൈന്യം ആശുപത്രികൾക്ക് മുകളിലാണ് ബോംബിട്ടത്. സിവിലിയനുകളെ ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ ആക്രമണം മുഴുവനും. ഫലസ്തീനികളുടെ ജീവിത സാഹചര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുന്നതിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണ് എന്നാണ്. ഫലസ്തീനികൾ അനുഭവിക്കുന്നത് ഒരു സമ്പൂർണ്ണ നാശമാണ്. വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം നഷ്ടപ്പെട്ടു. കുട്ടികൾ അംഗവൈകല്യമുള്ളവരായി മാറി. കുടുംബങ്ങൾ വേർപിരിഞ്ഞു. ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് റിപ്പോർട്ട് ഗാസയെ ഡെത്ത് ട്രാപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ഹമാസിനെതിരെയുള്ള യുദ്ധമാണ്. എന്നാൽ ഫലസ്തീനികൾക്ക് ഇത് വംശഹത്യയാണ്. ഗാസയിലെ ജനങ്ങൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളുടെ ഇരകളാണെങ്കിലും ഇസ്രായേൽ അവരെ മുഴുവനായും ശിക്ഷിക്കുന്നു. ഈ യുദ്ധം എപ്പോഴവസാനിക്കുമെന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. 2025 പോലും യുദ്ധം തുടരുകയാണ്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. 2023 നവംബറിലെ താൽക്കാലിക വെടിനിർത്തലും പരാജയപ്പെട്ടു. 2025 ജനുവരിയിലെ രണ്ടാമത്തെ വെടിനിർത്തലും ഇസ്രായേലിന്റെ ആക്രമണത്തോടെ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചില വിദഗ്ധർ പറയുന്നതനുസരിച്ച് യുദ്ധം 10 വർഷം കൂടി തുടരുമെന്നാണ്. ഹമാസ് സ്ഥിരമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുണ്ട്, ഇസ്രായേൽ താൽക്കാലികമായത് മാത്രവും. അമേരിക്കൻ പ്രസിഡന്റിന്റെ മാറ്റത്തോടെ, അതായത് ട്രംപ് വന്നതോടെ ചിലർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. യുദ്ധം അവസാനിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം, UN-ന്റെ കാര്യമായ ഇടപെടൽ, ഇസ്രായേലിന്റെ ഉപരോധം നീക്കം ചെയ്യൽ എന്നിവ അത്യാവശ്യമാണ്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് വലിയ തടസ്സമാണ് ഈ കാര്യത്തിന് സൃഷ്ടിക്കുന്നത്. ഗാസയുടെ നാശം ലോകത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുക തന്നെ വേണം. ഫലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരും മനുഷ്യരാണ് എന്ന യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം. ലോകത്തിന്റെ കണ്ണുകൾ തുറക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ പറഞ്ഞത്. ഗാസയിൽ നിലവിൽ നടക്കുന്ന മാനുഷിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധഭീകരത ഉയർത്തിയ കടുത്ത മാനുഷിക പ്രതിസന്ധികൾക്ക് പിന്നാലെ സ്വന്തം മണ്ണിൽ നിന്നും കുടിയൊഴിഞ്ഞു പോകേണ്ട വരുന്ന ദുരവസ്ഥയിലൂടെയാണ് ഗാസയിലെ മനുഷ്യർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ ഈ നീക്കം തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. തെക്കൻ ഗാസയിലേക്ക് ജനങ്ങളെ മാറ്റുമെന്നും അവർക്ക് തങ്ങാൻ വേണ്ട കൂടാരങ്ങളും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. ഇസ്രായേൽ സൈനിക നടപടികൾ കാരണം ഭൂരിഭാഗം ജനങ്ങൾക്കും സ്വന്തം വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. 10,000-കണക്കിന് സാധാരണക്കാർ ഇതിനകം കൊല്ലപ്പെടുകയും വ്യാപകമായ ഭക്ഷ്യക്ഷാമം ഉടലെടുക്കുകയും ചെയ്തു. ഭക്ഷ്യസഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ പോലും വെടിവെപ്പുണ്ടായിട്ടുണ്ട്. പോഷകാഹാര കുറവ് കാരണം നിരവധി കുട്ടികൾ ഉൾപ്പെടെ 100-കണക്കിന് ആളുകളാണ് അവിടെ മരണപ്പെട്ടത്. കൂടാതെ ഗാസയിലെ സൈതൂൺ പ്രദേശത്ത് ഏകദേശം 50,000-ഓളം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അടിസ്ഥാന ആവശ്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ പറയുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി കൂടി ഇടുത്തി പോലെ ഈ ജനങ്ങൾക്ക് മേൽ വന്നു പതിച്ചത്. ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതി ഗാസയിലെ ദുരിതം വർദ്ധിപ്പിക്കുമെന്ന് UN വ്യക്തമാക്കി. അതേസമയം അഭയകേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ നൽകിയ അനുമതിയെ UN സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന നടപടിയാണിതെന്നും ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നും ഫലസ്തീൻ UN ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗാസ നഗരത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 17 മുതൽ കൂടാരങ്ങൾ, ശുചിമുറികൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ കെയ്റം ഷാലോ ക്രോസിംഗ് വഴി വിതരണം ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ എപ്പോഴാണ് ഈ കുടിയൊഴിപ്പിക്കൽ തുടങ്ങുക എന്നതിനെക്കുറിച്ചോ കൃത്യമായി എവിടേക്കാണ് ജനങ്ങളെ മാറ്റുക എന്നതിനെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നതനുസരിച്ച് പുതിയ സൈനിക നീക്കത്തിനുള്ള പദ്ധതികൾ ഇപ്പോഴും തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഗാസ നഗരത്തിന് പുറത്ത് സൈനിക നീക്കം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. നുസീറാത്ത്, ബുയ്റൈജ് തുടങ്ങിയ കേന്ദ്ര ക്യാമ്പുകളിലേക്ക് ഓപ്പറേഷൻ വ്യാപിപ്പിക്കാനാണ് പദ്ധതി. 1948 യുദ്ധകാലത്ത് രൂപം കൊണ്ട ഈ ക്യാമ്പുകൾ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഈ പ്രദേശങ്ങൾ ഗാസയിലെ മറ്റ് സ്ഥലങ്ങളെ പോലെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റുമെന്ന് നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും മുവാസി പോലുള്ള പ്രദേശങ്ങളെ ഇസ്രായേൽ നേരത്തെ മാനുഷിക മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇവിടുത്തെ മതിയായ ഭക്ഷണമോ വെള്ളമോ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലാണ്. ഇത്തരം സുരക്ഷിതമെന്ന് പറയപ്പെടുന്ന മേഖലകളിൽ പോലും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട്. ഗാസയിലെ ജനങ്ങളെ സ്വമേധയാ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് നെതന്യാഹു സംസാരിച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഫലസ്തീനികളും അന്താരാഷ്ട്ര സമൂഹവും ഇതിനെ നിർബന്ധിത കുടിയൊഴിപ്പിക്കലായാണ് നോക്കിക്കാണുന്നത്. റഫയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഒരു മാനുഷിക നഗരം നിർമ്മിക്കാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിലെ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ അതോറിറ്റി പറയുന്നതനുസരിച്ച് ഇസ്രായേലിന്റെ ഈ പദ്ധതിയെ പൂർണ്ണമായും കുറ്റകൃത്യമെന്നും വംശഹത്യയുടെ തുടർച്ച എന്നുമാണ് വിശേഷിപ്പിച്ചത്. UNന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ നീക്കം അപകടകരമെന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നും UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജർമ്മനി ആകട്ടെ ഗസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിൽ ഇസ്രായേലിലേക്കുള്ള സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ബന്ദികളുടെ കുടുംബങ്ങളാകട്ടെ പുതിയ ആക്രമണം അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് അവരുടെ കുടുംബങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദുരിതങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പട്ടിണിയും രോഗങ്ങളുമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. യുദ്ധം, പോഷകാഹാരക്കുറവ്, വൃത്തിഹീനമായ ചുറ്റുപാടുകൾ എന്നിവ കാരണം പലതരം പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതിന് പുറമെ മാനസികാഘാതവും അവരെ തേടി വരുന്നുണ്ട്. തുടർച്ചയായുള്ള കുടിയൊഴിപ്പിക്കൽ ആളുകളിൽ വലിയ മാനസികാഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികളിൽ പോലും മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ആരോഗ്യ സംവിധാനത്തിന്റെ പൂർണ്ണമായും തകർച്ചയാണ് ഇപ്പോൾ ആ ഗാസയിലുള്ളത്. ഗാസയിലെ പകുതിയോളം ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. ഇന്ധനത്തിന്റെയും മരുന്നുകളുടെയും ക്ഷാമം രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. പ്രമേഹ രോഗത്തിനുള്ള ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയും ഇപ്പോൾ അവിടെ ഉണ്ട്. മാനുഷിക സഹായത്തിന് ഒരുപാട് തടസ്സങ്ങളും ഗാസയിലുണ്ട്. അന്താരാഷ്ട്ര NGOകൾക്ക് സഹായം എത്തിക്കാൻ പലവിധ നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ UNRWA പോലുള്ള സംഘടനകൾക്ക് മരുന്ന്, മെഡിക്കൽ സാമഗ്രികൾ എന്നിവ എത്തിക്കാൻ കഴിഞ്ഞ 5 മാസമായി അനുമതിയും ലഭിച്ചിട്ടില്ല. ലോക മനസാക്ഷിക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനുഷിക പ്രതിസന്ധി അതിന്റെ മൂർധന്യാവസ്ഥയിൽ തുടരുമ്പോഴാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട അവശേഷിച്ച ജീവനും കയ്യിൽ പിടിച്ചു പൊരുതുന്നതിനിടെയാണ് ഇസ്രായേൽ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വന്തം സുരക്ഷ എന്ന ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത ന്യായവാദം ഉയർത്തി ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നത് പ്രതിഷേധാത്മകമാണ്. മാത്രവുമല്ല, ലോകം ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കേണ്ടതുണ്ട്. ഗാസയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട സമയമാണ് ഇവിടെ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക.
ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.